ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കേറ്ററിംഗ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ വലിയ പീസസ് ആയിട്ട്. ഇത് ഫുള്ളായിട്ട് ഫാറ്റും ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരമുറി നാരങ്ങാ നീര്, ആവശ്യത്തിന് ഉപ്പ്. പാർട്ടിക്കൊക്കെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു ചിക്കൻ കറി ഉണ്ടല്ലോ, ആ ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളിത് കറി തയ്യാറാക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കറിയിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇത് എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ചിക്കൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യത്തിന് കുറച്ച് സവോള വറുത്തെടുക്കാം. കാറ്ററിംഗ് സ്റ്റൈൽ ചിക്കൻ കറിക്ക് എപ്പോഴും ഒരു ചെറിയ മധുരം ഉണ്ടായിരിക്കും. അത് നമ്മൾ ഈ സവോള വറുത്ത് അതിൽ ചേർക്കുന്നത് കൊണ്ടാണ്. ഈ കറിയിലേക്ക് നമുക്ക് ഒരു ചെറിയ കപ്പിന് 1 കപ്പ് സവോള വറുത്തതാണ് ഞാൻ ചേർക്കുന്നത്. 1 കപ്പ് സവോള വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് 2.5 കപ്പ് സവോളയാണ് വറുക്കേണ്ടത്. ആദ്യം തന്നെ സവോള വറുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നീടുള്ള കുക്കിംഗ് ആ ഓയിലിലാണ് ചെയ്യുന്നത്. അത് ഈ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൊടുക്കും. ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 കപ്പ് ഒനിയൻ വറുത്തതും 10-15 കാഷ്യൂസും 1 ടേബിൾ സ്പൂൺ പോപ്പി സീഡും കൂടിയിട്ട് അരമണിക്കൂർ മുന്നേ ഞാൻ കുതിർത്ത് വെച്ചതാണ്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ ആ സവോള വറുത്ത എണ്ണയിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുക്കാനായിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മുരിഞ്ഞു വരണ്ട, ഒരു പകുതി കുക്കാകുന്ന അത്രയും ഫ്രൈ ചെയ്താൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ആ സവോള വറുത്ത എണ്ണയിൽ നിന്നും 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കടായിലാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം ആ ചിക്കൻ പീസസ് എടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ ബാക്കിയുള്ള കുക്കിംഗ് കൂടെ ചെയ്താൽ മതി. ഞാനിപ്പോൾ വേറൊരു പാനിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ചെറിയ കഷ്ണം പട്ട, 1 തക്കോലം, 3 ഏലക്കായ, 2-3 ഗ്രാമ്പൂ, 1 ബേലീഫ് ഇത്രയും ചേർത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2.5 സവോളയുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ കറിക്ക് ഒരിത്തിരി മധുരം പോലെ ഉള്ളതുകൊണ്ട് നമ്മൾ സവോളയൊക്കെ സാധാരണ ചിക്കൻ കറിയിൽ ചേർക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ചേർക്കും. അതേപോലെ എണ്ണയും കുറച്ച് അധികമാണ് ഈ കറിയിൽ യൂസ് ചെയ്യുന്നത്. 2 പച്ചമുളക് കട്ട് ചെയ്തുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. സവോള എന്ന് നന്നായിട്ട് വേഗം വഴണ്ട് വരുന്നതിനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടും. നമ്മൾ ഈ കറിയിലേക്ക് സവോള വഴറ്റിയെടുക്കുമ്പോൾ സാധാരണ ചിക്കൻ കറിയിലേതുപോലെ അധികം വെന്തലിഞ്ഞു പോകണ്ട. ഇപ്പോൾ പരുവത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി,
1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തീ സിമ്മിലോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ചൂടുവെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ കറിയിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത്. ചിക്കൻ വേകാൻ ആവശ്യത്തിനും ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് അടച്ചു വെച്ച് മീഡിയം തീയിൽ കുക്ക് ചെയ്യുക. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ പീസസൊക്കെ ഗ്രേവിയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്നത് പോലെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചേർക്കുന്ന ചിക്കൻ ഒരു 50% മാത്രമേ വെന്തിട്ടുള്ളൂ. ഇനി ഈ ഗ്രേവിയിലാണ് ഇത് വേകേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ഈ ഗ്രേവി പറ്റുന്ന അനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മീഡിയം തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഒനിയനും പോപ്പി സീഡും കാഷ്യൂ അരച്ചതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിക്ക് നല്ല ഒരു തിക്നെസ്സും സ്വീറ്റ് ടേസ്റ്റും ഒക്കെ കൊടുക്കും. ഇതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഒരു 2-3 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഇനി നമുക്ക് 2-3 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് തുറന്ന് വെച്ച് വേവിക്കാം. എന്നാൽ മാത്രമേ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരത്തുള്ളൂ. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2-3 മണിക്കൂറിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാവുള്ളൂ. എന്നാൽ മാത്രമേ ആ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ.